ഇന്ന് നല്ല മഴയായിട്ട് എങ്ങോട്ടെന്നല്ലേ എൻ്റെ മനസാക്ഷിയുടെ കൂടുതൽ കാരണം എല്ലാ വയ്യാവേലിയിലും വഴിയെ പോകുന്ന എല്ലാ വയ്യാവേലികളും ഏണി പിടിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അതിനെ പിടിച്ച് വയ്ക്കുക എന്ന് പറയുന്നതാണല്ലോ എൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക അത് അങ്ങനെ അതിപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മെയിൻ ഡോറിൻ്റെ ലോക്കൊന്ന് മാറ്റണം. വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ, ജീവിതത്തിലെല്ലാം റിസ്ക്കാണ്, അനാവശ്യ റിസ്ക്കുകൾ വെറുതെ എടുക്കണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് നോക്കാൻ വേണ്ടി പോകണം. അപ്പോഴാണ് പൊന്ന് കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് അവൾക്കൊരു അക്കൗണ്ട് എടുത്ത് കൊടുക്കുമോ, അക്കൗണ്ട് എടുത്ത് കൊടുക്കും. ഈ മൈനർ ആയതുകൊണ്ട് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ മേജർ ആകുമ്പോൾ അത് ഫ്രീസായി പോകും. പിന്നെ ഒന്നേന്ന് വീണ്ടും പാൻ കാർഡും ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ചെയ്യണം. അപ്പോൾ ഞാനും വിചാരിച്ചു എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴത്തേക്ക് ഇപ്പോൾ അവൾ പഠിക്കാനോ എന്തിനൊക്കെ പോകുമ്പോൾ യൂബർ ബുക്ക് ചെയ്യാനാണെങ്കിലും കുഞ്ഞു എന്തെങ്കിലും ഒരു കവർ പാല് മേടിക്കുക എന്തിനാണെങ്കിലും QR കോഡ് എനിക്ക് അയച്ചു തരണം, ഞാൻ അങ്ങോട്ട് അയക്കണം. ആകെ 10-30 രൂപയുടെ കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ഓക്കെ ഒരു അക്കൗണ്ട് എടുത്ത് കൊടുക്കുക. അപ്പോൾ അതാകുമ്പോൾ പിന്നെ പൈസ കയ്യിൽ ഇതാക്കണ്ടല്ലോ അപ്പോൾ നമുക്കതിൽ ഹിസ്റ്ററി അറിയുകയും ചെയ്യാം, എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അറിയുകയും ചെയ്യാം. അങ്ങനെ നമ്മളുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞത് ആ ഫെഡറൽ ബാങ്കിൻ്റെ ഫ്രണ്ടിലെത്തി. എല്ലാ സ്ഥലത്തും പോകുമ്പോഴത്തേക്കും ചെറിയൊരു ഫോട്ടോ എടുപ്പുണ്ട്, അതാണ് ആകെ ചെയ്യുന്നത്. അങ്ങനെ എന്തൊരു സന്തോഷം എന്നറിയോ. ഇതാണ് അവളുടെ അക്കൗണ്ട് എടുത്തിട്ട് ഇടാൻ വേണ്ടി പോകുന്ന അവളുടെ ഇത്രയും നാളത്തെ സമ്പാദ്യം എന്നല്ല, അത് അവളുടെ ഇതിൽ തന്നെ ഞാനിങ്ങനെ മാറ്റി വെച്ചിരുന്ന ഒരു പൈസയായിരുന്നു. അപ്പോൾ പാരൻസിൻ്റെ ഡോക്യുമെൻറ്റ്സ് വേണമല്ലോ. അങ്ങനെ എൻ്റെ പാസ്പോർട്ടും കൈ കിട്ടിയതെല്ലാം കൂടെ വാരി എടുത്തോണ്ട് കയ്യിൽ ഇങ്ങനെ ഈ പൈസ ഞാനതിൽ പകുതി ഇങ്ങനെ അടിച്ചു മാറ്റിയല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കരുത്. അപ്പോഴത്തേക്കും അവൾ അതൊക്കെ വാങ്ങി വെച്ച് അക്കൗണ്ട് എടുത്തിട്ട് ആദ്യത്തെ ഒരു സമ്പാദ്യം എന്ന് പറയണത് ആണ് ആ കാണുന്നത് കേട്ടോ അവളുടെ. അങ്ങനെ ആ സമയം കൊണ്ട് കുറേ പേപ്പേഴ്സ് സൈൻ ചെയ്യാനുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ സമയം ഇരുന്ന് പോസ്റ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് വേറെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ എൻ്റെ കയ്യിലെ ഓർണമെൻറ്റ്സൊക്കെ എങ്ങനെയുണ്ട്, ഇത് എനിക്ക് തോന്നുന്നു ഒരു 18 വർഷമായ സാധനം കേട്ടോ ഈ വള. അന്ന് ട്രെൻഡിങ് ആയിരുന്നു ആ വളയൊക്കെ. അർമാനിയുടെ വാച്ചും ഏകദേശം 16 വർഷം പഴക്കമുണ്ട്. അല്ല 18 അല്ല കേട്ടോ, 13 വർഷം. ആ വളയ്ക്ക് 13 വർഷത്തെ പഴക്കവും. അങ്ങനെ എഴുത്ത് കുത്തൊക്കെ കഴിഞ്ഞ് അങ്ങനെ പൊന്നും ഇരുന്ന് കാര്യമായിട്ട് സൈൻ ചെയ്യുക. എന്ത് സന്തോഷമാണെന്നറിയോ. അയ്യോ 14-ാം രാവ് ഉദിച്ച കണക്കായിരുന്നിട്ട് സൈൻ ചെയ്യുന്നത്. പൈസ എടുത്ത് കയ്യിലൊക്കെ വെച്ച് അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മളിതാ തിരിച്ചു പോവുക. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ മേജറാകുമ്പോൾ വീണ്ടും വരണം, പാൻ കാർഡും ബാക്കി കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. അതുവരെ അവൾക്കൊരു സന്തോഷം. അവളുടെ വിചാരം എന്തോ വലിയ സംഭവമാണ് ഈ അക്കൗണ്ട് എടുക്കണത് എന്നാണ്. അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ അത് തന്നെ ഇരുന്നിട്ട് അതിൽ കുമിഞ്ഞ് കൂടും എന്നൊക്കെയാണ് അവളുടെ ചിന്തയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തായാലും ശരി, കുഞ്ഞു ആഗ്രഹങ്ങളല്ലേ, അതുകൊണ്ട് നമുക്ക് നഷ്ടമൊന്നുമില്ല. അപ്പോൾ അത് തൊട്ടടുത്ത് ഫെഡറൽ ബാങ്കിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പച്ചക്കറിക്കട. എപ്പോഴും വിചാരിക്കും ഇവിടെ കയറണമെന്നേ. ഇങ്ങനെ ഈ ലുലുവിലൊക്കെ പോയി ഇത്രയും മണിക്കൂർ അങ്ങനെ നിൽക്കുന്നതിന് പകരം ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഇത് ഹോൾസെയിലാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ കയറി. നമുക്ക് അധിക സാധനമൊന്നും വാങ്ങിയില്ല. പഴം കണ്ടപ്പോഴത്തേക്ക് ഞാൻ നേന്ത്രപ്പഴം ഉണ്ടെങ്കിൽ മേടിക്കണം, പക്ഷേ അതില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാലിപ്പൂവൻ ഉണ്ടായിരുന്നു. അത് എനിക്കൊരു 3 കിലോ 100 രൂപ. ഞാൻ 50 രൂപയ്ക്ക് മേടിച്ചോളൂ, 1.5 കിലോ. അത്യാവശ്യം എല്ലാം ഫ്രഷ് ആയിട്ടുള്ള സാധനം കേട്ടോ. ഇത് ഫെഡറൽ ബാങ്കിൻ്റെ തൊട്ടടുത്തേക്ക് വാഴക്കാരയാണെന്ന് തോന്നണേ. അതിൻ്റെ ഫ്രണ്ടിലും സൈഡിലൊക്കെ ആയിട്ട് പാർക്കിങ്ങും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പച്ചക്കറിയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഞാൻ 50 രൂപയ്ക്ക് കുറച്ച് പഴവും പിന്നെ ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളിയും വാങ്ങി. എന്താ എനിക്കൊന്നും വേണ്ട, ഞാൻ എന്റെ കർക്കിടക കഞ്ഞി ഉണ്ട്, എനിക്കത് മതി. നിന്റെ പൂരി ബജിയല്ലല്ലോ, പാനിപൂരി എന്താ ആ എല്ലാം കണക്ക് തന്നെ. അതൊക്കെ തന്നെ കണ്ട പറ്റാതെ എനിക്കതൊന്നും വേണ്ട. എനിക്ക് കഞ്ഞി ചമ്മന്തി ഉണ്ട് വീട്ടിൽ, എനിക്കത് മതി. കണ്ട പറ്റാതെ ചപ്പ് ചവറ് മുഴുവൻ ഉണ്ടാക്കി വെച്ചിട്ട് അത് ഇത് മറ്റേത് എനിക്ക് വേണ്ട. ഞാൻ നല്ല കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കി കുടിച്ചോണ്ട് ഞാൻ ഇന്ന് എന്റെ പാൻ കേക്ക് ഉണ്ടാക്കി കഴിച്ചോളാം. സാധനങ്ങൾ മുഴുവൻ എന്റെ ആണല്ലോ. ഗ്യാസ് എന്റത്. ഫുള്ള് പരീക്ഷണ, വീട്ടില് ഫുള്ള് പരീക്ഷണ, കുക്കിംഗ് പരീക്ഷണം. പിന്നെ ഭയങ്കര നല്ലതാ. കൂണ് കുറച്ച് നാൾ മുൻപ് വരെ ഭയങ്കരമായിട്ട് ഫോട്ടോസിനൊന്നും പോസ്റ്റ് ചെയ്യത്തില്ല. അതുപോലെ തന്നെ എന്തെങ്കിലും വീഡിയോ ഫോട്ടോസ് എടുക്കുന്ന മാക്സിമം എൻ്റെ ബാക്കിലോട്ട് മാത്രം ഒതുങ്ങി ചേർന്ന് നിൽക്കാറുണ്ടായിരുന്നുള്ളൂ. കാരണം അവൾക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉള്ളത് കൊണ്ട് അവൾ ഓവർ വെയിറ്റ് ഭയങ്കരമായിട്ട് ഗെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒന്നും കഴിക്കാതെ തന്നെ ഇങ്ങനെ വെയിറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 6-7 കിലോ വെയിറ്റ് കുറഞ്ഞപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയി. മാത്രമല്ല എല്ലാ ഡ്രസ്സും ഇടാനും പറ്റുന്നുണ്ട്. മറ്റത് ഒരു ഡ്രസ്സും ഒക്കെ എവിടെ പോയാലും ഒരു ഡ്രസ്സ് ഇടാനും പറ്റില്ല. എൻ്റെ ഡ്രസ്സൊക്കെ ഇരുന്ന് ഇട്ടുകൊണ്ട് നടന്നിരുന്നത്. കാരണം കുഞ്ഞു കുട്ടിയാണെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല. ഹോർമോൺ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറമായിട്ട് വെയിറ്റ് പോകും. ഇപ്പോൾ എന്ത് കോൺഫിഡൻസ് ആണെന്ന് അറിയോ, സ്വന്തമായിട്ട് അവൾ തന്നെ സ്വന്തമായിട്ട് വീഡിയോസും സ്വന്തമായിട്ട് ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് ഇപ്പോൾ ഭയങ്കര കോൺഫിഡൻസ് ആയി.
എന്തായാലും ഇനിയുള്ള കാലത്ത് ഇനി കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിലും നമ്മളൊക്കെ കഴിച്ചിലായത് എന്തോ ഭാഗ്യം കൊണ്ടാണ്. ചെറിയ മക്കൾക്ക് പോലും ഹോർമോൺ ഇംബാലൻസും PCODയും തൈറോയിഡും മറ്റോതും മർഷോതും PCOSും ഒക്കെ വരിക എന്ന് പറയുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു 80% കുട്ടികൾക്കും ഇതൊക്കെ തന്നെയാണ് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് ന്യൂ ബ്രാസ് വേൾഡിലോട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ഏതാണെന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോകും. ഇത് ഞാൻ കുറച്ച് മുമ്പേ ചെയ്യേണ്ടിയിരുന്നു. അവിടെ ചെന്നപ്പോൾ അധികം വലിയ കളക്ഷൻസ് ഒന്നും ഇല്ല കേട്ടോ. തൊട്ടടുത്ത് അതേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ലേറ്റും ആയല്ലോ. അപ്പോൾ ഞാൻ ഒരു 3-4 ടവൽ ഹോൾഡറും മേടിച്ചത്. എനിക്കിതായിരുന്നു ഉള്ളതിൽ ഇപ്പോൾ എടുത്ത് വെച്ചതായിരുന്നു ഇഷ്ടം. പക്ഷേ അതൊരു 4-5 കിലോ വെയിറ്റ് കൊണ്ട് അത്ര തന്നെ റേറ്റും കൂടുതലാണ്. അപ്പോൾ ഞാൻ അത് അവിടെ വെച്ചിട്ട് മാന്യമായിട്ടുള്ള ഒരെണ്ണം എടുത്ത് അത് തന്നെ ഉണ്ട് 10,000-6,000 രൂപ എടുത്ത് ബില്ലും കൊടുത്തിട്ട് അവിടെ നിന്ന് പോന്നു. എന്താല്ലേ ഓരോരോ കഷ്ടകാലം. ചില കൂട്ടുകെട്ടുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ തലവര മാറ്റും. കറക്റ്റ് ഞാൻ ബില്ല് എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്ന് കിടന്നതാണ് യൂട്യൂബിൽ നിന്ന്. കറക്റ്റ് സമയത്ത് കറക്റ്റ് സാധനമാണ് വന്നത്. അത് കാരണമാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് ഈ ലോക്ക് മാറ്റേണ്ട അവസ്ഥ വന്നത് പോലും. വരവില്ലെങ്കിൽ ചിലവുകൾക്കൊന്നും ഒരു കുറവും ഇല്ല എന്നുള്ളതാണ്. അങ്ങനെ കിട്ടിയതൊക്കെ വാരിപ്പറക്കി എടുത്ത് നമ്മളിതാ വീട്ടിലോട്ട് പോകണം. അങ്ങനെ ഇന്ന് ഇപ്പം വീട്ടിൽ ലോക്ക് മാറ്റാതെ എങ്ങോട്ടും ഇനി പോവില്ല എന്ന് വീടിന് കാവലിരിക്കുന്ന അവസ്ഥയാണ്. അപ്പോൾ ലോക്ക് മാറ്റാനായിട്ട് ഇതിനിപ്പോൾ കാർപ്പൻറ്റർ തന്നെ വരണം. അപ്പോഴത്തേക്ക് അതിൻ്റെ സിലിണ്ടർ മാറ്റി ചാവി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഹാൻഡിൽ പഴയത് തന്നെയാണ്. ഇത് നമ്മൾ ഇവിടെ കമ്പനി തന്ന ഹാൻഡിലാണ്. അത് അന്ന് അവരിവിടെ വെക്കുന്ന സമയത്ത് ഡോറ് വെച്ച സമയത്ത് വെച്ച ഹാൻഡിലാണ്. അതല്ലെങ്കിൽ തന്നെ ഒരുപാട് പഴക്കം ആയിട്ടുണ്ട്. കാഴ്ചയ്ക്ക് ഭയങ്കര വൃത്തിയോടും ആയിട്ടുണ്ട്. അപ്പം എനിക്ക് ഒരു നല്ലൊരു ഹാൻഡിൽ എന്തെങ്കിലും വെക്കണം എന്നൊക്കെ ആയിരുന്നു. വിധി അത് ഇങ്ങനെയാക്കി. എന്തായാലും ശരി, ഇനിയിപ്പം പെട്ടെന്ന് തന്നെ ഹാൻഡിലും മാറ്റണം. ശരി.